ശ്രീ പ്രഭാകരൻ പാലേരി, ഇതിപ്പോൾ ഒരു പക്ഷേ മറവിയിലേക്ക് പോയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ സജീവമായി നിന്നിരുന്ന ഒരു വിഷയം അതിൻ്റെ തെളിവുകളോടുകൂടി ഇറ്റലി ഭാരതത്തിന് കൈമാറിയിരിക്കുകയാണ്. അത് അവിടെ തീർന്നു പോകും, അവിടെ കുഴിച്ചു മൂടപ്പെടും, അല്ലെങ്കിൽ അവിടെ രഹസ്യരേഖയായി മാറിയിരുന്ന ഒരു കാര്യവും കൂടിയാണ്. ഇതിൽ 2 പേജിൽ സോണിയ എന്ന പേര് എടുത്തു പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്ന തെളിവുകളാണുള്ളത്. ഒപ്പം ഭാരതത്തിന്, അന്നത്തെ സർക്കാരിന് ഇതിൽ എത്രത്തോളം പങ്കുണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ വിവരിക്കുന്നുണ്ട്. 250 പേജുള്ള തെളിവുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഈ വിഷയം ഇറ്റലി ഭാരതത്തിന് കൈമാറുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ വ്യക്തത വരുമ്പോൾ ഇനി ഈ കേസ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന അഴിമതി എത്രത്തോളം വലുതാണെന്ന് വീണ്ടും തെളിഞ്ഞു വരികയാണ്. അതെ, പക്ഷെ നമുക്ക് ഇതിനെ പറ്റിയുള്ള വിവരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഇൻഫോർമേഷൻ അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഭാരതത്തിന്റെ ഗവൺമെന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു തെളിവുകൾ എന്ന് പറയുന്നത് തെളിവാണെന്ന് തീരുമാനിക്കേണ്ടത് കോടതികളാണ്. പക്ഷെ അത് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് ഒരു പ്രൈമാ ഫേസി എവിഡൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കും ഗവൺമെന്റിന്. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് അത് ഗവൺമെന്റിന്റെ, ഇപ്പോഴത്തെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റിന്റെ ശ്രദ്ധക്കനുസരിച്ചായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇതൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് അറിയാം. കാരണം ഞാനൊക്കെ സർവീസ് ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. മാത്രമല്ല ഈ വിഷയത്തിൽ ഞാൻ പല സ്ഥലത്തും പല ചാനലുകളിലും സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ രാഷ്ട്രീയമായിട്ട് ഇതിനെ വിവരിക്കുവാനോ വർണ്ണിക്കുവാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാൻ വെറും ഒരു ഗവേഷകൻ മാത്രമാണ്. പക്ഷെ ഇതിനെ എങ്ങനെയാണ് ഇത് തിരിഞ്ഞു വരിക എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഒരു ഗവേഷകൻ എന്ന നിലയിൽ, നാഷണൽ സെക്യൂരിറ്റി ഗവേഷകൻ. താങ്കൾക്ക് സംശയങ്ങൾ ഉയർന്നിരുന്നോ ശ്രീ പ്രഭാകരൻ പാലേരി? ഈ കേസ് ഒരുപക്ഷെ ഒരു ക്രിസ്റ്റ്യൻ മിഷേലിന്റെ അറസ്റ്റോടുകൂടി അതവിടെ തീരുന്നതാണ്, ഇത് ഭാരതത്തിലെ അന്നത്തെ നേതാക്കൾക്ക് പങ്കില്ലായിരുന്നു അല്ലെങ്കിൽ പങ്കുണ്ടോ, അത്തരം സംശയങ്ങൾ താങ്കൾക്ക് ഒരുപക്ഷെ അവശേഷിച്ചിരുന്നില്ലേ? ഇല്ല, എനിക്ക് ഇതിനെ പറ്റിയുള്ള സംശയം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ രാജ്യത്തും ബാക്കിയുള്ള രാജ്യങ്ങളിലും നടക്കുന്ന അഴിമതികൾ, ഉദാഹരണമായി ശ്രീലങ്കയിലോ പാകിസ്ഥാനിലോ അമേരിക്കയിലോ ഒക്കെ നടക്കുന്ന അഴിമതികൾ അവിടെ പതിഞ്ഞു കിടക്കും. വിത്ത് വിതച്ച മാതിരിയാണ്. ഒരു മഴ വരുമ്പോൾ അതൊക്കെ പിന്നീട് പൊന്തി വരും. അപ്പോൾ ഇതൊരു അഴിമതിയാണോ അല്ലയോ എന്നുള്ളത് അതിന്റെ സാഹചര്യ തെളിവുകളില്ലാതെ എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ സാഹചര്യ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രതിപക്ഷങ്ങളായിരിക്കും അതേ സമയത്ത്, അല്ലെങ്കിൽ ഭരണപക്ഷമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ശരിക്കും കോടതിയിൽ കൂടെ വിചാരണ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഈ തെളിവുകൾ ലഭ്യമാകുന്നതോടുകൂടി ഇത് കോടതിയിൽ പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇതിന്മേൽ ഇനി അന്വേഷണം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അതുണ്ട്, അത് ഞാൻ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ഇപ്പോൾ ഇത് പ്രതിപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും ഭരണപക്ഷം അതിൽ നിന്ന് മുതലെടുക്കുമെന്ന് ഞാൻ പറയില്ല. അതിനെ അന്വേഷിക്കുവാൻ സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഇതൊന്നും അടച്ചു വെക്കാൻ സാധ്യമല്ല. വളരെ കാലം കഴിഞ്ഞാലും ഇതൊക്കെ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും, പല തരത്തിലും പല രൂപത്തിലും. ഇതാണ് ഞാൻ എൻ്റെ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിൽ കൂടെ പലരോടും പറയുന്നത്. പക്ഷെ നമുക്കുള്ള പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഭാഗം പിടിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഭാഗവുമായിട്ട് അനുബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അതേസമയം ഞാൻ ഒരു പക്ഷേ ഇവരുടെ ഡിഫൻസ് വക്കീലാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഞാൻ വേറെ തരത്തിലായിരിക്കും വാദിക്കുക. പക്ഷേ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു ഗവേഷകൻ എന്ന നിലയിൽ ഞാൻ ഇതിനെ വളരെ കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള ഇടപാടുകളിൽ ഒരുപാട് അഴിമതികൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെയുണ്ട്. അഴിമതി എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. അത് തീർച്ചയായിട്ടും എത്രമാത്രം പവർ ഉണ്ടോ അത്രമാത്രം അവിടെ അഴിമതി നടക്കും. ഇപ്പോൾ നമ്മൾ TDPയുടെ ചന്ദ്രബാബു നായിഡു തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു അഴിമതി വന്നിട്ടുണ്ട്. അഴിമതിയാണെന്ന് അവർ പറയുന്നു, മറ്റവരല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെപ്പറ്റി വീക്ഷിക്കുവാനും അതിനെപ്പറ്റി പഠിക്കുവാനും എനിക്ക് താല്പര്യമുണ്ട് എന്നല്ലാതെ ഇതിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാം ഒരു ആയുധ ഇടപാടുകളിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണം ഇന്ത്യയിൽ തന്നെ നമ്മൾ സാധനങ്ങൾ നിർമ്മിക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു സംഗതി വലിയ അഴിമതികൾ നടക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. ആയുധ ഇടപാടുകളിലും ഇതുപോലെയുള്ള ഇടപാടുകളിലും അഴിമതി തീർച്ചയായിട്ടും നടക്കേണ്ട സാധ്യതകളുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിൽ നമ്മൾ തെളിയിക്കാൻ സാധിക്കും.